ഡിസംബർ 8 ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് അല്ലെ. അതായത് നമ്മുടെ ദിലീപ് കേസിന്റെ വിധി വരികയാണ്. ലോകത്തിലുള്ള എല്ലാ മലയാളികളും പ്രത്യേകിച്ച് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ആ വിധിയെ കാത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഗ്രീഷ്മ, ഷാരോൺ വിധി വരുന്ന ആ ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ, എന്തായിരിക്കും വിധി എന്ന് പറഞ്ഞിട്ട് വളരെ ടെൻഷൻ അടിച്ചിട്ട് അതേപോലൊരു സംഭവം തന്നെയാണ് ഇപ്പൊ ദിലീപിന്റെ കേസ്. ഡിസംബർ 8 എന്ന് പറയുന്നത് എല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇരിക്കണം, എന്തായിരിക്കും വിധി വരിക എന്ന്. അപ്പോ മറുഭാഗത്ത് ദിലീപിന്റെ ഭാഗത്ത് നിന്ന് വളരെ കളികള് ദിലീപ് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അതായത് റിലീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഡിസംബർ 18 ഇറങ്ങുന്ന ബബ്ബ പറഞ്ഞ ആ ഫിലിം ഉണ്ടല്ലോ, അതിന്റെ വർക്കുകള് വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ്. ഇതിലിപ്പോ റീസെന്റ് ആയിട്ട് കിട്ടിയ വിവരം എന്ന് പറയുന്നത് അതിന്റെ ട്രെയിലർ ലോഞ്ച് എന്ന് പറയുന്നത് ഡിസംബർ 8 ആ വിധി ദിവസം തന്നെയാണ്. അതായത് വിധി വരുന്നതിന്റെ ഒരു അരമണിക്കൂറിന്റെ ഉള്ളില് ട്രെയിലർ ലോഞ്ച് ഉണ്ട് എന്നാണ് പറയുന്നത്. അഥവാ മറ്റേ ദിലീപിന് അനുകൂലമാണ് ആ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദിലീപിനെ പിടിച്ചാൽ ഒരിക്കലും കിട്ടില്ല. താരസിംഹാസനം എന്താ പറയാ, നഷ്ടപ്പെട്ടു പോയ താരസിംഹാസനം അദ്ദേഹം വീണ്ടെടുക്കുന്നത് ഡെഫിനറ്റ് ആണ്. ആ രീതിയിലാണ് പടത്തിന്റെ മേക്കിങ്ങും അതിന്റെ കഥയും അതിന്റെ എല്ലാം എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്, അണിയറയില്. അപ്പൊ അത് വലിയൊരു സംഭവമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് തന്നെ ദിലീപ് ഫാൻസും ദിലീപിനെ അനുകൂലിക്കുന്ന ആളുകളും ഈ പടത്തിന്റെ അണിയറ പ്രവർത്തനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഡിസംബർ 8 വലിയ ഈ വിധിയും അതിനുശേഷം വരുന്ന ട്രെയിലർ ലോഞ്ചും വലിയൊരു സംഭവമാക്കി തീർക്കാൻ തന്നെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിലീപിന് ആ വിധി മാറി വരികയാണെന്ന് പറഞ്ഞാൽ ദിലീപിന് പ്രതികൂലമായിട്ടാണ് ആ വിധി വരുന്നതെങ്കിൽ ദിലീപിന്റെ 16 കഴിക്കണ വിധിയായിരിക്കും അത്. പിന്നെ എന്ത് ബബ്ബയാണെങ്കിലും എന്താ പറയാ, ദിലീപിന്റെ ജീവിതവും ബബ്ബയായി മാറും. ഓക്കെ, അപ്പൊ നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെ അണിയറയിലെ നാടകങ്ങളാണ് നടക്കുന്നതെന്ന്. അപ്പോൾ ജനങ്ങള് ഒരു 75% ദിലീപിന് പ്രതികൂലമാണ്, പിന്നെ ഒരു 25% ദിലീപിന് അനുകൂലമാണ്. ഓക്കെ, അപ്പോ ഡിസംബർ 8 മറ്റൊരു ദിവസമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.